നമസ്കാരം. 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ നല്ല ജീവിതാനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓരോ ദിവസവും ഓരോ നക്ഷത്രം മാറി മാറി വരുന്നു. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകർക്കും വന്നു ചേരുക. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 6:35 വരെ ഉള്ളൂ. പിന്നീട് ചിത്ര നക്ഷത്രമാണ് പകൽ മുഴുവനും. ശനിയാഴ്ച പുലർച്ചെ വരെ ചിത്ര നക്ഷത്രമുണ്ട്. അപ്പോൾ ഈ ചിത്ര നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് കുറേ നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടവും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങൾ മെച്ചപ്പെട്ട നിലയിലും എത്തിച്ചേരുന്നു. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഞാൻ ദിവസവും ഇങ്ങനെ വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നല്ല നല്ല കമൻറ്റുകളൊക്കെ ചെയ്യുക, മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് ഇടവ മാസം 23-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം 16-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:34 നമ്മൾ ഓരോ ദിവസത്തെയും ഉദയ സമയവും അസ്തമയ സമയവും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ രാവിലെ ഉദയ സമയം എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയും പകലും കൂടിച്ചേരുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരു രാത്രി പകലിന് വഴിമാറി കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം അസ്തമയ സമയം 6:34 ആ സമയം ഒരു പകൽ രാത്രിക്ക് വഴിമാറി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ സമയത്ത് നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ വിളക്ക് കത്തിക്കേണ്ട ഒരു സമയമാണ് ഈ സമയം. ഈ അസ്തമയത്തിനും ഉദയത്തിനുമൊക്കെ മുമ്പ് തന്നെ വിളക്ക് തെളിയിക്കണമെന്നുള്ളതാണ് ആചാരം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലരിത് ഒരു കമൻറ്റ് കണ്ടു, ഞാൻ പറഞ്ഞാലേ നേരം വെളുക്കുകയുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയാതെ തന്നെ നേരം വെളുക്കും. ഇപ്പോൾ ആര് പറഞ്ഞാലും, അദ്ദേഹം പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നേരം വെളുക്കും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈശ്വരനെ ആരാധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകത, വെള്ളിയാഴ്ച ദിവസം ഏകാദശി തിഥി വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏകാദശി വ്രതമൊക്കെ എടുക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഏകാദശി വ്രതം എടുക്കുവാൻ അനുകൂലമായ ദിവസമാണ്. വ്രതമെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ. നമ്മൾ ഭക്തി മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ് വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ധനം വേണം, അതുപോലെ തന്നെ കുടുംബ സാഹചര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വന്ന് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകം സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ അരിയാഹാരങ്ങളൊക്കെ വെടിഞ്ഞു പ്രാർത്ഥനയിൽ മാത്രം മുഴുകി നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി. മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും രോഗം കടന്നു വരാം. അപ്പോൾ രോഗം മാറുന്നതിന് വേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ ഒരു ബന്ധത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമുക്ക് പരസ്പരം ബന്ധമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. അങ്ങനെ ഒരു ബന്ധം നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതിന്, ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതിന്, ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മെച്ചപ്പെട്ട അനുഭവം വന്നു ചേരാൻ വേണ്ടി നമ്മൾ ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിക്കുന്നു. അതാണ് വ്രതം. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ എനർജിയൊന്നും വന്നു ചേരാതെ നമ്മളെ ശരീരം മനസ്സിന് കീഴ്പ്പെട്ട് ഇരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ വ്രതമെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വ്രതം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരം മനസ്സിന് കീഴ്പ്പെട്ടിരിക്കണം.
നമ്മുടെ മനസ്സ് ശരീരത്തിന് കീഴ്പ്പെട്ട് പോയാൽ ശരീരം കാണിക്കുന്ന ഓരോരോ പ്രത്യേകതകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ പുറകെ പോകും. അപ്പം നമ്മുടെ ശരീരം മനസ്സിന് അടിമപ്പെട്ടിരുന്നാൽ, കീഴ്പ്പെട്ടിരുന്നാൽ, മനസ്സിനാണ് ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളതെങ്കിൽ നമുക്ക് ആത്മീയതയിൽ അല്ലെങ്കിൽ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടി തന്നെ നമുക്ക് പോകാം. നമുക്കവിടെ തന്നെ ധ്യാനിച്ച്, ഇപ്പോൾ ആരെയാണോ ധ്യാനിക്കുന്നത് അവരെ തന്നെ ധ്യാനിച്ച് ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ ശരീരമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരം പല ചേഷ്ടകൾ കാണിക്കും. ആ ചേഷ്ടകൾക്കൊപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിക്കും. അങ്ങനെ നമുക്ക് ഏകാഗ്രത, ധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ ഏകാഗ്രത ലഭിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വ്രതമൊക്കെ എടുക്കുമ്പോൾ അരിയാഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത്, നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം നല്ല തിമിർത്തിരുന്നാൽ നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ അടിമയായിപ്പോവും. ആയതിനാൽ മനസ്സ് ശരീരത്തിൻ്റെ അടിമയായി പോകാതെ വ്രതമെടുക്കുക. അപ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് വലിയ നേട്ടം തന്നെ കിട്ടും. ഏകാദശി വ്രതത്തിന് അതിൻ്റേതായ ഫലം ലഭിക്കുമെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഏകാദശി എന്ന് പറയുന്നത് തിഥിയാണ്. ഏകാദശി തിഥി വെള്ളിയാഴ്ച രാവിലെ മുതൽ, ഉദയം മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:49 വരെ ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വെള്ളിയാഴ്ചത്തെ സൂര്യോദയ സമയം എന്ന് പറയുന്നത് 6:07 ആണ്. 6:07 മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:49 വരെ ഏകാദശി തിഥിയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏകാദശി വ്രതമെടുക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ ഏകാദശി വ്രതമെടുക്കുക. ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ 6:35 വരെയുണ്ട്. പിന്നീട് ചിത്ര നക്ഷത്രമാണ് ആരംഭിക്കുക. ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 9:41 ഈ ചിത്ര നക്ഷത്രം അവസാനിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കുറിലും അവസാനത്തെ 2 പാദങ്ങൾ തുലാക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കന്നിക്കുറിൽപ്പെട്ട ചിത്ര 2 പാദ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ 6:35 മുതൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6:35 വരെയുള്ള സമയമാണ് കന്നിക്കുറിൽപ്പെട്ട ചിത്ര 2 പാദ സമയം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണ്, കന്നിക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ രണ്ടിൻ്റെയും സമയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സമയത്തൊക്കെ ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രമൊക്കെ നോക്കുന്നവർ മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:35 മുതൽ വൈകുന്നേരം 6:35 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര ജാതകരാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 6:35 മുതൽ ശനിയാഴ്ച രാവിലെ 9:41 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഈ ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്ര നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട്, ചിത്ര നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം വന്നു ചേരുക, അതാണ് പറയാൻ പോകുന്നത്. ചിത്ര നക്ഷത്രപ്രകാരം തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂയം, ആയില്യം, അത്തം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകം, പൂയം, പൂരാടം, ഉത്രം, അശ്വതി. അതുപോലെ തന്നെ കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം 6:35 വരെയുള്ള സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ശുഭസമയം പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:07 മുതൽ 7:37 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:07 മുതൽ 10:37 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. വീണ്ടും 12:24 മുതൽ 1:37 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3:07 മുതൽ 5:07 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 6 ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. അപ്പോൾ
കൂടുതൽ മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സംഖ്യാശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ചുവപ്പ്, പച്ച, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ചുവപ്പ്, പച്ച, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരാം. വെള്ളിയാഴ്ച ദിവസം അത്തം, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, അനിഴം, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് അത്തം, ഉത്രട്ടാതി, അവിട്ടം, പൂരാടം, അനിഴം, ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിനും ഒക്കെ നല്ലതാണ്. ധനപരമായിട്ടുള്ള ഏത് വിഷയം കൈകാര്യം ചെയ്താൽ അവർക്ക് ജീവിത വിജയം ഉണ്ടാകും. അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ചിത്ര നക്ഷത്രപ്രകാരം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാദേവനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവർക്ക് മഹാദേവൻ ഒരു ആശ്വാസമായി മാറട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.